ഇന്ന് വേലയ്ക്ക് എന്താ പറയുക, ഇളയം ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ഈ 2 കുട്ടിപ്പട്ടാളങ്ങൾ അവിടെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു കൂട്ട് കൊടുത്തു, കമ്പനി കൊടുത്തു 2 കുട്ടിപ്പട്ടാളങ്ങൾക്കും കൂടിയിട്ട്. അങ്ങനെ കുറേ നേരം അവരുടെ കൂടി നിന്ന് കളിച്ചു. ഇവള് കുറേ പാമ്പിനൊക്കെ വരച്ചെന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്തൊക്കെയോ കിച്ചൺ സെറ്റ് വെച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി തന്നു. അപ്പോൾ നമ്മൾ കഴിക്കണ പോലെ അഭിനയിക്കണമല്ലോ, അപ്പോൾ ഫോഴ്സ്ഫുള്ളി ഞാനത് കഴിക്കേണ്ടി വന്നു. പിന്നെ ഇവരുടെ വക ഡാൻസ് ഉണ്ടായിരുന്നു, ഇവർ നഴ്സറിയിൽ പഠിച്ച ഒരു ഡാൻസ് ആയിരുന്നു, അതുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, 2 പേരും കൂടിയിട്ട് ഒരുമിച്ച് കളിക്കണതൊക്കെ. പിന്നെ ആന കളിക്കണതിൻ്റെ ഇടയിൽ ഒരാൾ മോന്തി കുത്തി വീണ് ചുണ്ടിൻ്റെ അവിടെ നിന്ന് ചോര വന്നു പൊട്ടിയിട്ട്. ഇവള് കയറിയിരുന്നു, ഇവള് കുറച്ച് വെയിറ്റുള്ളതാണേ, മറ്റേത് തീരില്ല. അതോട് കൂടിയിട്ട് വീണില്ലേ, ചതഞ്ഞു. പിന്നെ കുറേ നേരം കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരുന്നു. പിന്നെ അമ്മമ്മയ്ക്ക് എന്തോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഈ വളയിൽ എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അമ്മമ്മ അതൊക്കെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ വന്നിട്ട് അവളേനെയും കുറേ നേരം കളിപ്പിച്ചൊക്കെ ഇരുന്നു. പിന്നെ നമ്മുടെ തെയ്യത്തിൻ്റെ വേഷം കിട്ടുന്നുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് തന്നെ, അതും ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് തെയ്യത്തിൻ്റെ വേഷമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ഇവർ തല്ലൂടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ 2 കൂടിയിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് തെയ്യത്തിന് സംഭവം കാണിച്ചു കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് നല്ല അടിപൊളി സദ്യയും പായസമൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും കൂടിയിട്ട് പരദൂഷണം പറയണതിൻ്റെ ഇടയിലുണ്ട് ഒരാൾ വന്ന് എടുക്കുക, ചെവിയോർത്തിട്ട് റോക്കി. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡിയായി. പിന്നെ ഇവരുടെ അമ്മമാർ റെഡിയാകുമ്പോൾ ഭയങ്കര ഡയലാഗായിരുന്നു. അങ്ങനെ ഇത് ഫ്രണ്ടിൽ ഒന്നും കാണാൻ പറ്റില്ല, ആ വഴിക്കൊന്നും പോകാനേ പറ്റിയില്ല. ഇവർ റെഡി ആവേണ്ട എന്നാലും പോവാം, ഇന്ന് ഈ പിള്ളേർ വരുമോ അതുമില്ല. അമ്മമാർ വന്നാലേ ഈ കുരുപ്പോള് വരുള്ളൂ. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മമാരൊന്നും വേണ്ട കേട്ടോ. പിന്നെ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ അവരങ്ങോട്ട് പോയി. പിന്നെ അത് കുറേ നേരം നിന്ന് കണ്ടു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. സാധാരണ ഞാൻ ഇവരെ കൂടെ പോകാറുണ്ട്, പക്ഷേ ഇന്ന് അതൊന്നും ചെയ്തില്ല. ഇന്ന് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഈ പരിപാടിയൊക്കെ കണ്ടിട്ട് ആ മുറ്റത്തുള്ളത് തന്നെ കണ്ടിട്ട് ഞാൻ വേഗം തിരിച്ച് വീട്ടിലോട്ട് പോയി.